ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബിസിനസ് ഐഡിയ ഒന്നല്ല. ഞാൻ 2 വർഷം മുമ്പ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 75,000 രൂപ ഉള്ളിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫുൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, അത്രയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് കുറച്ച് സെലക്റ്റീവായിട്ട് സ്റ്റോക്കുകൾ നോക്കിയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു 2 വർഷം കൊണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ഓൾമോസ്റ്റ് ഒരു 6 ലക്ഷം രൂപയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 500% ഗ്രോത്ത്, അതിൽ കൂടുതൽ ഗ്രോത്ത് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ മേടിച്ച ഷെയർസിൻ്റെ കുറച്ച് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. അപ്പോൾ നല്ല ഷെയർസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് പഠിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല രീതിയിൽ എമൗണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. ഭൂരിഭാഗം ആളുകളും സഡനായിട്ട് ഇൻകം ഏൺ ചെയ്യാനായിട്ട് ഷെയർ ട്രേഡ് ചെയ്യണം. ഷെയർ ട്രേഡിങ് ഒരിക്കലും ഒരു ഈസി ജോബല്ല. അവർ തന്നെ അതല്ലെങ്കിൽ നമ്മൾ ആപ്പ് തുറക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും 99% ആൾക്കാരും ലോസിലാണ്. സോ അത് ഈസി ആയിട്ടുള്ള ഒരു ഫാക്ടറല്ല. മറിച്ച് നമ്മൾ ഷെയറിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ടൈമിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത്, അതായത് നമ്മൾ ഇപ്പോൾ ഏൺ ചെയ്യണേക്കാളും കൂടുതൽ എമൗണ്ട് ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സുവർണ്ണ കാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കൊരു 5 വർഷം കഴിയുന്ന സമയത്ത് ഒരു 500 ഇരട്ടെങ്കിലും ഗ്രോത്ത് നിങ്ങൾക്ക് തരാനായിട്ട് പ്രാപ്തിയുണ്ട് ശരിക്കും അതിന്. അപ്പോൾ അതിനാദ്യം വേണ്ട നമ്മൾ ഏത് സ്റ്റോക്കിലാണോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ആ സ്റ്റോക്കിനെ കുറിച്ച് ആധികാരികമായി പഠിക്കുക. ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവർ ഫ്യൂച്ചറിൽ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതിനുശേഷം എന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ കൂടുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മളതിൻ്റെ മറന്നേക്കാം, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് നോക്കാം, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോഴെങ്കിലും നോക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, ഒരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 3 വർഷത്തേക്കാണെന്നുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ട് നമ്മൾ കണ്ടില്ല എന്നൊക്കെ, നമുക്ക് എത്ര ബുദ്ധിമുട്ടെന്നാലും നമ്മൾ അതിൽ നിന്ന് ഫണ്ട് എടുക്കില്ല എന്ന മൈൻഡ് സെറ്റ് ഉണ്ടായതിന് ശേഷം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്കത് യൂസ്ഫുള്ളാവും, ഡെഫിനറ്റ്ലി അത് യൂസ്ഫുള്ളായിരിക്കും. അവരുടെ കയ്യിൽ നിന്ന് ഞാനൊരു ഫണ്ട് മേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ വേറെ അങ്ങനത്തെ ഒന്നുമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ അടുത്തുള്ള കോച്ചിങ് സെൻറ്ററിൽ, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പഠിക്കുന്ന കോച്ചിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് നോളജ് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഏത് കമ്പനിയിലാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ആ കമ്പനിയെക്കുറിച്ച് പഠിക്കുക. നമ്മളൊരു ബേസിക് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിടക്കണം. അപ്പോൾ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എന്നും ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കാതിരിക്കാം. അതൊരു ഗ്രാജ്വലി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണത് കൂടിക്കൊണ്ടേ തന്നെ ഇരിക്കും. ഇനി നിങ്ങൾ ഇപ്പോൾ ഒരു ലോങ് ടൈം ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യമുണ്ട്, അല്ല കമ്പനികളെ കുറിച്ച് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളീ ചാനലിൽ ഓരോ കമ്പനികളെ കുറിച്ചിട്ട് പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് പോലെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പറഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും ബൈ.